ഹായ് നമസ്കാരം, എല്ലാവർക്കും കെ എസ് മെൻറ്ററിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഹിസ്റ്ററിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് ടൈം ലൈൻ എന്ന് പറയുന്നത്, അല്ലേ? നമ്മളെപ്പോൾ ഹിസ്റ്ററി പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാലും ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ച് വെക്കേണ്ട ഒരു കാര്യമാണ് ടൈം ലൈൻ. ടൈം ലൈൻ നിങ്ങൾക്ക് ക്ലിയർ അല്ലെങ്കിൽ ഹിസ്റ്ററി എത്രയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും മറക്കുന്നു, കണക്ഷൻ കിട്ടുന്നില്ല, ഈ ഒരു പ്രോബ്ലം ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈം ലൈനാണ്. അത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇപ്പോൾ പൊതുവേ എല്ലാവർക്കും സംശയം ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് 1885. ആ കോൺഗ്രസിൻ്റെ ഫോർമേഷൻ തൊട്ട് അങ്ങോട്ടുള്ള ഒരു ഏരിയയൊക്കെ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്, അല്ലേ? അപ്പോൾ അതിന് തൊട്ട് മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. ആദ്യം നമ്മൾ പൊതുവേ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പഠിച്ചു തുടങ്ങുന്നത് എപ്പോഴാണ്? അഡ്വെൻറ്റ് ഓഫ് യൂറോപ്യൻസ് ആണ്, അല്ലേ? അഡ്വെൻറ്റ് ഓഫ് യൂറോപ്യൻസ് തൊട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പഠിച്ചു തുടങ്ങുന്നത്, അല്ലേ? അപ്പോൾ യൂറോപ്യൻസ് എന്താണ്, പല പല യൂറോപ്യൻസ് ഇവിടെ വരുന്നുണ്ട്. അത് പഠിച്ചു വയ്ക്കാനുള്ള കോഡ് എന്താ? PDEDF എന്ന് പഠിച്ചു വെച്ചാൽ മതി, അല്ലേ? PDEDF, അതായത് പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഡെയിൻസ് അഥവാ ഡാനിഷ്, ദെൻ ഫ്രഞ്ച്. ഇതാണ് അതിൻ്റെ ഓർഡർ, അല്ലേ? അപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാ വിദേശ ശക്തികളും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, യൂറോപ്യൻ ശക്തികളും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതിൽ ശക്തനായിട്ടുള്ള ഒരു വിഭാഗമാണ് ആര്? ഇംഗ്ലീഷുകാർ, അല്ലേ? അങ്ങനെ അവരെന്ത് ചെയ്യണം? ഡോമിനേറ്റ് ചെയ്യണം. പിന്നെ അവർക്ക് ഇന്ത്യയിലുള്ള ശത്രുക്കളാരാ? ഇവിടുത്തെ നാട്ടുരാജാക്കന്മാരാണ്. അപ്പോൾ ബംഗാൾ അവർ കീഴടക്കുന്നുണ്ട്, മറാഠാസ് കീഴടക്കുന്നുണ്ട്, മൈസൂർ കീഴടക്കുന്നുണ്ട്, സിഖ് രാജവംശം, അതായത് ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ അവർ എന്ത് ചെയ്യണം? അവർ പിടിച്ചടക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അവരുടെ പോളിസീസ് വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം അങ്ങനെ അവർ പല പല പോളിസീസ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. റവന്യൂ പോളിസി ഉണ്ട്, അല്ലേ? അതുപോലെ തന്നെ റിലീജിയസ് റീഫോംസ് അവർ കൊണ്ടുവരണം. ഇതിൻ്റെയൊക്കെ ഒരു റിപ്പർക്കഷൻ ഔട്ട്കം ആയിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് 1857 റിവോൾട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലേ? ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന 1857 റിവോൾട്ട്. ഇനി ഈ റിവോൾട്ട് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ബ്രിട്ടൻ എന്താ ചെയ്തത്? ഇനി ഇങ്ങനെ ഒരു കലാപം ഉണ്ടാവാതെ ഇരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ബ്രിട്ടൻ്റെ ഭാഗത്തു നിന്ന് എടുക്കണം. അങ്ങനെ 1858 എന്ത് ചെയ്യുന്നത്? ബ്രിട്ടൻ എന്ന് പറയുന്നത്, അതായത് ആ പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ബ്രിട്ടീഷ് ഗവൺമെൻറ് അണ്ടറിൽ, ക്രൗൺ റൂളിൻ്റെ അണ്ടറിൽ വരുന്നു എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലേ? 1858. അതുവരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് കമ്പനി, ഒരു ട്രേഡിംഗ് കമ്പനിയാണ് ഇന്ത്യയുടെ ആ പറഞ്ഞ പൊളിറ്റിക്കൽ അഫയേഴ്സ് ആണെങ്കിലും ആ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ 58 എന്ത് ചെയ്യാണ്? വലിയൊരു മാറ്റം സംഭവിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ക്രൗൺ റൂളിൻ്റെ അണ്ടറിലേക്ക് വരുന്നു എന്ന് പറയുന്ന ഒരു വലിയൊരു മാറ്റം സംഭവിക്കുകയാണ്. അതിൻ്റെ പാരലായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, ഇവിടെ എന്താണ് ഒരു റെനൈസൻസ് തുടങ്ങും ആണ്, അല്ലെ? നവോത്ഥാനം എന്ന് പറയുന്ന ഒരു കാര്യം തുടങ്ങുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ പറ്റും. കാരണം ഒരുപാട് ആൾക്കാർക്ക് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കിട്ടുകയാണ്, ലിബറൽ ഐഡിയാസ് അവരുടെ ഉള്ളിലേക്ക് വരികയാണ്. അപ്പോൾ അവർ മാറി ചിന്തിച്ചു തുടങ്ങി. സമൂഹത്തിലുള്ള അനീതിക്കെതിരെ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെ അവർ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അവരുടെ ആ ഒരു കൂട്ടം ആൾക്കാരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഇവിടെ നവോത്ഥാനം വരികയാണ്, സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. അപ്പോൾ ആ റെനൈസൻസിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്? നാഷണലിസം അഥവാ ദേശീയത എന്ന് പറയുന്ന ഒരു കാര്യം ഉയർത്തു വരുന്നത്, അല്ലേ? ആ പറഞ്ഞ റൈസ് ഓഫ് നാഷണലിസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാരണമായിട്ട് നമുക്ക് നവോത്ഥാനത്തെ അടയാളപ്പെടുത്താം, നാഷണലിസം. അപ്പോൾ നാഷണലിസം, ദേശീയത എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ഒരുപാട് ഓർഗനൈസേഷൻസും അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ തുടക്കം കുറിക്കും, അല്ലേ? അങ്ങനെ INCക്ക് മുമ്പായി തന്നെ പല പല ഓർഗനൈസേഷൻസ്, പ്രീ INC ഓർഗനൈസേഷനാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്, അല്ലേ? പൂന സാർവജനിക സഭ പോലെ, ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ പോലെ, അതുപോലെ ബംഗഭാഷ പ്രകാശിക സഭ പോലെ, ഇങ്ങനെ പല പല ഭാഗങ്ങളിലായിട്ട് പല പല ദേശീയ പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ ദേശീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ ഒരു റീജിയണൽ ക്യാരക്ടർ നമുക്ക് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ പൂന സാർവജനിക സഭ, ഇതിനൊന്നും തന്നെ ഭാരതം, ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു മൊത്തം രാജ്യത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു നിലയിലേക്ക് ഇതൊന്നും വളർന്നിട്ടില്ല. അപ്പോൾ ആ നിലയിലേക്ക് വളർന്നു വന്നിട്ടുള്ള ആദ്യത്തെ ഓർഗനൈസേഷൻ 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ ആ ടൈം ലൈൻ കൃത്യമായിട്ട് മനസ്സിലായാലോ? ദേശീയത വളർന്നു വരുന്നു, അതിൻ്റെ ഭാഗമായിട്ടാണ് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫേസിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം: മോഡറേറ്റ് ഫേസ്, എക്സ്ട്രീമിസ്റ്റ് ഫേസ്, ഗാന്ധിയൻ ഫേസ്. ആ മോഡറേറ്റ് ഫേസ് എന്ന് പറയുന്നത് 1885 തൊട്ട് ഒരു 1905 വരെ നമുക്ക് പറയാൻ പറ്റും. അതായത് നമ്മുടെ ബംഗാൾ പാർട്ടീഷൻ്റെ ആ ഒരു സമയം വരെ മോഡറേറ്റുകൾ ഡോമിനേറ്റ് ചെയ്തെന്ന ഒരു കാലഘട്ടമായിട്ട് നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും. അടുത്ത എക്സ്ട്രീമിസ്റ്റ് എന്ന് വെച്ചാൽ 1905 തൊട്ട് ഗാന്ധിയൻ ഫേസ് വരെ നമുക്ക് പറയാം. 1917 കൊടുത്ത റഫ് ഫിഗർ മതി, കൃത്യമായിട്ടുള്ള വർഷങ്ങളൊന്നും വേണ്ട. അടുത്ത ഗാന്ധിയൻ ഫേസ് എന്ന് വെച്ചാൽ 1917 തൊട്ട് ഗാന്ധിയുടെ മരണം 1948 വരെ. ഇങ്ങനെ ഗാന്ധിയൻ ഫേസ്, ഇങ്ങനെ 3 ഫേസ് ആയിട്ട് നമുക്ക് കോൺഗ്രസിൻ്റെ പ്രവർത്തന കാലയളവിനെ
തരംതിരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്താണ് 1905 ബംഗാൾ പാർട്ടീഷൻ നടന്നിട്ടുള്ളത്. 1905 ബംഗാൾ പാർട്ടീഷൻ നടന്നിട്ടുണ്ട്. 1906 ഒരു സെഷൻ വന്നിട്ടുണ്ട്, ദാദാഭായ് നവറോജി പ്രസിഡന്റ് ആയിട്ടുള്ള കൽക്കട്ട സെഷൻ അല്ലേ. ആ കൽക്കട്ട സെഷനിൽ വെച്ചിട്ടാണ് സ്വരാജ് എന്ന് പറയുന്നത്, സെൽഫ് റൂൾ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് ഫിക്സ് ചെയ്ത സെഷനാണ് 1906 ദാദാഭായ് നവറോജി പ്രസിഡന്റ് ആയിട്ടുള്ള കൽക്കട്ട സെഷൻ. അത് ആലോചിക്കുക. 1905 ബനാറസിൽ വെച്ചിട്ട്, ബനാറസിൽ നിന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ പ്രസിഡന്റ് ആയിട്ടുള്ള ബനാറസ് സെഷനിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, സ്വദേശി മൂവ്മെൻറ്റ്, സ്വദേശി പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത്. അതുപോലെ ആൻറ്റി പാർട്ടീഷൻ, അതായത് ഈ പറഞ്ഞ പാർട്ടീഷൻ എന്ത് ചെയ്യാണ്, നമ്മൾ എതിർക്കുകയാണ്, ബംഗാൾ പാർട്ടീഷൻ നമ്മൾ എതിർക്കുകയാണ്, അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഈ 2 തീരുമാനങ്ങളും എടുത്തത് 1905 ബനാറസ് സെഷനിലാണ്. തൊട്ടടുത്ത വർഷം കൽക്കട്ടയിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ അതേപോലെ തന്നെ സ്വരാജ് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് ഫിക്സ് ചെയ്യുകയാണ്. അടുത്തത് 1906 മുസ്ലിം ലീഗ് സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ ഓർഡർ മനസ്സിലായില്ല. 1900 സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിൽ ശക്തമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് മുസ്ലിം ലീഗ് ഫോം ചെയ്യുന്നത്. ഇതിനെ ഷിംല ഡെപ്യൂട്ടേഷൻ എന്ന് പറയും. അതെന്തൊക്കെയാണ് എന്നുള്ളത് ഇപ്പോൾ ടൈം ലൈനാണല്ലോ നമ്മൾ പറയുന്നത്, അതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. ഷിംല ഡെപ്യൂട്ടേഷൻ എന്ന് പറയും. ഓക്കെ, അതിനുശേഷമാണ് 1907 സ്വദേശി പ്രസ്ഥാനം പോലൊരു വലിയ മൂവ്മെൻറ്റ് പെട്ടെന്ന് നിന്ന് പോകാനായിട്ടുള്ള വളരെ വലിയൊരു റീസണാണ് 1907 മോഡറേറ്റുകളും മിതവാദികളും തീവ്രവാദികളും തമ്മിൽ തെറ്റിപ്പിരിയുന്ന ഒരവസ്ഥ. അതാണ് സൂററ്റ് സ്പ്ലിറ്റ് ഉണ്ടാകുന്നത്. 1907 സൂററ്റ് സ്പ്ലിറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, റാഷ് ബിഹാരി ഘോഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു മോഡറേറ്റ് ലീഡർ ആയിരുന്നു, അതിൻ്റെ പ്രസിഡൻ്റായിട്ട്, ആ സൂററ്റ് സെഷൻ്റെ പ്രസിഡൻ്റായിട്ട് അന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1907 സൂററ്റ് സ്പ്ലിറ്റ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുക. അടുത്തത് അങ്ങനെ പതുക്കെ എന്താണ് ഈ പറഞ്ഞ മോഡറേറ്റ്, ആ പറഞ്ഞ സ്വദേശി മൂവ്മെൻറ്റ് പതുക്കെ കെട്ടടങ്ങുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ മറ്റൊരു റീസണാണ് ബ്രിട്ടൻ്റെ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസിയുടെ ഏറ്റവും വലിയൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന മോർലി മിൻറ്റോ റീഫോം. അപ്പോൾ ആ റീഫോം എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, അത് വന്ന സമയം ഇതാണെന്ന് മനസ്സിലാക്കുക. അതായത് സ്വദേശി പ്രസ്ഥാനം, ഈ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി എന്ന് വെച്ചാൽ എന്താ, ക്യാരറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മോഡറേറ്റ് ലീഡേഴ്സിനെ, അതായത് ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ റീഫോംസ് ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളെ ഒന്ന് കയ്യിലെടുക്കാനായിട്ട് അവരുടെ മുന്നിലേക്ക് ഒരു ക്യാരറ്റ് നീട്ടും. ആ ക്യാരറ്റാണ് മോറൽ ലിമിറ്റ് ഓഫ് റീഫോം, നിങ്ങൾക്ക് വേണ്ട അവകാശങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ട് അവരെ ഒന്ന് മോഹിപ്പിക്കും. ഇനി സ്റ്റിക്ക് എന്ന് വെച്ചാൽ എന്താ, പ്രശ്നക്കാരായിട്ട് നിൽക്കുന്ന എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സിനെ എന്ത് ചെയ്യാണ്, അടിച്ചമർത്തുക. അതാണ് സ്റ്റിക്ക്. ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി എന്ന് വെച്ചാൽ അതാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ക്യാരറ്റാണ് 1909 മോർലി മിൻറ്റോ റീഫോം. ഇതിലാണ് ആദ്യമായിട്ട് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് അഥവാ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവന്നത്. അതുകൊണ്ട് മിൻറ്റോയെ നമ്മൾ ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. മുസ്ലിങ്ങൾക്ക് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് അനുവദിച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന മോർലി മിൻറ്റോ റീഫോമിൽ കൊണ്ടുവന്നത്. ഓക്കെ, ഇനി പെട്ടെന്ന് ഒരു മൂവ്മെൻറ്റ് നിന്ന് കഴിഞ്ഞാൽ, അതായത് ജനങ്ങൾ എന്താണ് ഒരു ജനകീയമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ഒരു മൂവ്മെൻറ്റ് സ്റ്റോപ്പായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഫ്രസ്ട്രേറ്റ് ആവും അല്ലേ. നിങ്ങൾ ഭയങ്കര നല്ല രീതിയിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് വന്നിട്ട് നിങ്ങളടുത്ത് സമരം നിർത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ദേഷ്യം കെട്ടടങ്ങോ? ഇല്ല, നിങ്ങൾക്ക് മറ്റേതെങ്കിലും വഴിയിൽ കൂടെ ആ ഒരു ഫ്രസ്ട്രേഷൻ പുറത്ത് കളയണം അല്ലേ. അതിനായിട്ട് പ്രത്യേകിച്ച് യുവാക്കൾ ചൂസ് ചെയ്ത ഒരു മാർഗ്ഗമാണ് റവല്യൂഷണറി ആക്ടിവിറ്റീസ്, അതായത് വിപ്ലവകരമായിട്ടുള്ള ആക്ടിവിറ്റീസ്. അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ സ്വദേശി മൂവ്മെൻറ്റ് കഴിഞ്ഞിട്ട് പറ്റുന്ന ഫസ്റ്റ് ആ ഒരു സ്റ്റെപ്പിനെ നമുക്ക് ഫസ്റ്റ് ഫേസ് ഓഫ് റവല്യൂഷണറി ആക്ടിവിറ്റീസ് എന്ന് വിളിക്കാം. റവല്യൂഷണറി ആക്ടിവിറ്റീസ് ഓക്കെ എന്ന് വിളിക്കാൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗദർ പാർട്ടി പോലുള്ള പാർട്ടികൾ. ഇപ്പോൾ അനുശീലൻ സമിതി, ബംഗാൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ അനുശീലൻ സമിതി കാണും. തൊട്ട് താഴെ ഇപ്പോൾ നമ്മൾ ബോംബെ എടുത്തു കഴിഞ്ഞാൽ അവിടെ വി ഡി സവർക്കറിൻ്റെ മിത്രമേള അഭിനവ് ഭാരത് കാണും. ഇനി പഞ്ചാബ് എടുത്തു കഴിഞ്ഞാൽ അജിത് സിംഗിൻ്റെ അജ്മാൻ ഐ മോഹിസ്മാൻ ഐ വത്തൻ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ കാണും. ഇനി പുറത്ത് എബ്രോഡ് പോയി കഴിഞ്ഞാൽ ബെർലിൻ കമ്മിറ്റി പോലുള്ള ഓർഗനൈസേഷൻ കാണും, ഗദർ പാർട്ടി കാണും. ഇങ്ങനെ ആ ഒരു കാര്യങ്ങൾ ഇത്രയും ഗ്രൂപ്പുകളൊക്കെ വരുന്ന ആ ഫസ്റ്റ് ഫേസിലാണ്. അപ്പോൾ അത് സ്വദേശി മൂവ്മെൻറ്റ് തൊട്ട് ശേഷം നടന്നിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി 1911 എന്ത് ചെയ്യാണ്, 1905 കഴ്സൺ ആ ബംഗാളിനെ പാർട്ടീഷൻ ചെയ്തു. അതിനെന്ത് ചെയ്യാണ്, ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള അനൽമെൻറ്റ് ഓഫ് പാർട്ടീഷൻ എന്ന് പറയുന്ന ഒരു വലിയ വിധിയുമായിട്ട് വന്നു. അപ്പോൾ പൊതുവേ എന്താണ്, ഈ മുസ്ലിംസിന് അത് ഇഷ്ടപ്പെടില്ലല്ലോ, കാര്യം മുസ്ലിംസിന് പാർട്ടിസിപ്പേഷൻ ഇഷ്ടമാണ്. അപ്പോൾ മുസ്ലിംസിനെ ഒന്ന് സോപ്പിടാനായിട്ട് എന്ത് ചെയ്യണം, അവർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ഇവൻ്റായിട്ട് നമുക്ക് ഈ പറയാൻ പറ്റുന്നതാണ് 1915 ആയപ്പോൾ ആര് വന്നു, ഗാന്ധി എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് ആഫ്രിക്കയിലെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ കാഴ്ചവെച്ചിട്ട് ഗാന്ധി എന്ത് ചെയ്യാണ്, ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പോൾ ഈ പറയുന്ന
നമ്മുടെ ഫസ്റ്റ് ഫേസ് ഓഫ് റെവല്യൂഷണറി ആക്ടിവിറ്റീസ്, ആ വിപ്ലവകരമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്ന് കെട്ടടങ്ങുന്ന സമയത്താണ് ഗാന്ധി എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലേക്ക് വരുന്നത്. അതിനുശേഷം ഗാന്ധി എന്ത് ചെയ്യണം, ആദ്യത്തെ ഒരു വർഷം ഇന്ത്യ മൊത്തം ഒന്ന് നടന്ന് പഠിച്ച് ഇന്ത്യയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് ഗാന്ധി ഓരോ മൂവ്മെൻറ്റിലേക്ക്, ചമ്പാരൻ, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, അതുപോലെ ഖേദ സത്യാഗ്രഹ പോലുള്ള ആ ഒരു മൂവ്മെൻറ്റിലേക്ക് എന്ത് ചെയ്യണം, പതുക്കെ ഗാന്ധി ചുവട് വയ്ക്കുന്നതായിട്ട് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് 1916 ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്നതാണ് ഹോം റൂൾ ലീഗ് പ്രസ്ഥാനം, അല്ലേ. ഹോം റൂൾ ലീഗ് എന്ന് പറഞ്ഞാൽ ആനി ബെസൻറ്റ്, തിലക് പോലുള്ള വ്യക്തികൾ ചേർന്നിട്ട് ഇന്ത്യയുടെ ആ പറഞ്ഞ സ്വരാജ്, അതായത് സെൽഫ് റൂൾ എന്ന് പറയുന്ന ഒരു ഐഡിയയെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക, അവരെ എന്താ അവബോധം ഉണ്ടാക്കുക, അവർക്കൊരു അവയർനെസ് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് ഹോം റൂൾ ലീഗ്. അതുപോലെ തന്നെ 1916 ലക്നൗ സെഷൻ, അതിനകത്ത് വെച്ചിട്ട് മുസ്ലിം ലീഗും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ചേർന്നിട്ട് ഒരു ഉടമ്പടി സൈൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഉടമ്പടി ഉണ്ടാക്കുകയാണ്. അതാണ് ലക്നോ പാക്ട് എന്ന് പറയുന്നത്. അതിനകത്ത് എന്താ പറയുന്നത്, ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന് പറയുന്ന ആവശ്യത്തെ കോൺഗ്രസ് അംഗീകരിക്കുകയാണ്. അപ്പോൾ ആ ഓർഡർ മനസ്സിലായല്ലോ. ഗാന്ധി വരുന്നു, 1916 ലക്നൗ സെഷൻ നടക്കുന്നു, അതിനകത്ത് എന്ത് ചെയ്യാണ്, ഈ ലക്നോ പാക്ട് സൈൻ ചെയ്യുന്നു. അത് മാത്രമല്ല, സൂററ്റ് സ്പ്ലിറ്റിൽ അടിച്ചു പിരിഞ്ഞു പോയ മോഡറേറ്റുകളും എക്സ്ട്രീമിസ്റ്റുകളും റീജോയിൻ ചെയ്യുന്ന സെഷൻ കൂടിയാണ് 1916 ഈ പറയുന്ന ലക്നോ സെഷൻ. ക്ലിയർ ആണല്ലോ. അടുത്താണ് 1917 ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിയുടെ ആദ്യത്തെ ഇവിടെ വന്നിട്ട് ഇന്ത്യയിൽ വന്നിട്ടുള്ള ആദ്യത്തെ ആ ഒരു എന്താണ് ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുന്ന ആദ്യത്തെ ഒരു സമരമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ചമ്പാരൻ സത്യാഗ്രഹം. അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് ഡിക്ലറേഷൻ നടക്കുകയാണ്. ഓഗസ്റ്റ് ഡിക്ലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ മൊണ്ടേഗു ചേംസ്ഫോർഡ് റീഫോമിന് തൊട്ട് മുമ്പായിട്ട് വന്നിട്ടുള്ളൊരു ഡിക്ലറേഷനാണ് ഓഗസ്റ്റ് ഡിക്ലറേഷൻ. അതിനകത്ത് ഇതുപോലെ നമുക്ക് എന്താണ് അടുത്ത ഒരു ക്യാരറ്റാണ് നമുക്ക് പറയാൻ പറ്റും, ക്യാരറ്റ് നമ്പർ 2 അല്ലേ. നേരത്തെ നമ്മളൊരു ക്യാരറ്റ് മോളിമിൻ്റെ റീഫോമിൽ കണ്ടു, അടുത്തത് ക്യാരറ്റ് 2 ആണ്. ഇതിനകത്ത് എന്താണ്, നമുക്ക് വീണ്ടും കോൺസ്റ്റിറ്റ്യൂഷൻ റീഫോംസ് തരാമെന്ന് പറഞ്ഞിട്ട് ഈ മോഡറേറ്റുകൾ എന്ത് ചെയ്യണം, പതുക്കെ ഒന്ന് സോപ്പിട്ട് അവരൊന്ന് വരുതിയിൽ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ ആനി ബെസൻറ്റ് പോലുള്ള വ്യക്തികളൊക്കെ ഇതിൽ കുറച്ച് ചാഞ്ചാട്ടമൊക്കെ ഉണ്ടാകുന്നുമുണ്ട്. 1918 ഗാന്ധിയുടെ അടുത്ത സമരങ്ങളായിട്ടുള്ള അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് നടക്കുന്നു, ഖേദ സത്യാഗ്രഹം നടക്കുന്നു. ഇതിനകത്ത് ചമ്പാരനാണ് ഗാന്ധിയുടെ ആദ്യത്തെ സിവിൽ ഡിസോബീഡിയൻസ്, സിവിൽ നിയമലംഘന സമരമായിട്ട് അടയാളപ്പെടുത്താൻ പറ്റുന്നതാണ് ചമ്പാരൻ. എങ്ങനെ ഓർത്തു വയ്ക്കാം, സി രണ്ടിലും സി ഉണ്ട്. അടുത്ത അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കാണ് ഗാന്ധിയുടെ ആദ്യത്തെ ഹങ്കർ സ്ട്രൈക്ക്, അല്ലേ. അതിൽ രണ്ടിലും സ്ട്രൈക്ക് ഉണ്ട്, അങ്ങനെ ഓർത്ത് വയ്ക്കാം. ഖേദ സത്യാഗ്രഹമാണ് ഇനിയുള്ളത് ഗാന്ധിയുടെ ആദ്യത്തെ നോൺ കോപ്പറേഷൻ, അല്ലേ, നിസ്സഹരണ സമരമായിട്ട് അടയാളപ്പെടുത്താൻ പറ്റുന്നതാണ് ഖേദ സത്യാഗ്രഹം. അതുപോലെ തന്നെ 1919 ആയപ്പോൾ എന്താണ്, പതുക്കെ വേൾഡ് വാറൊക്കെ കെട്ടടങ്ങാണ്. പിന്നെ എന്താണ് അടുത്ത വരാൻ പോകുന്നതാണ് ഖിലാഫത്ത് ഇഷ്യൂ. കാരണം ഈ പറയുന്ന ബ്രിട്ടൻ്റെ, അല്ലേ, ബ്രിട്ടൻ എന്ന് പറയുന്ന ആ പറഞ്ഞ ബ്രിട്ടൻ്റെ സഖ്യകക്ഷികളുടെ ഓപ്പോസിറ്റ് ചേരിയിൽ പെടുന്ന കൺട്രി ആയിരുന്നു ആര്, ടർക്കി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തുർക്കി എന്നൊക്കെ വിളിക്കുന്നത്. ഈ തുർക്കിയിലെ ഖലീഫയാണ് അന്നത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ എന്താണ് റിലീജിയസ് ഹെഡായിട്ട് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി എങ്ങനെയാണോ പോപ്പ്, അതുപോലെയാണ് മുസ്ലിംസിന് ഖലീഫ. അപ്പോൾ ഖലീഫയുടെ ആ പൊസിഷനെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ബ്രിട്ടൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോൾ ലോകത്തിലെ എല്ലാ മുസ്ലിംസ് എന്താണ് ബ്രിട്ടനെതിരായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യണം. അതുപോലെ തന്നെ ഇന്ത്യയിലും എന്ത് ചെയ്യുന്നു, ബ്രിട്ടനെതിരായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഇന്ത്യൻ മുസ്ലിംസിനിടയിലും വളർന്നു വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അതാണ് ഖിലാഫത്ത് മൂവ്മെൻറ്റ്. അപ്പോൾ ഗാന്ധി ഇത് നല്ലൊരു അവസരമായിട്ട് എടുത്തിട്ട് ഗാന്ധി എന്ത് ചെയ്യാണ്, ഈ ഖിലാഫത്ത് മൂവ്മെൻറ്റിനെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റുമായിട്ട് മേർജ് ചെയ്തിട്ട് വലിയൊരു മൂവ്മെൻറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റാണ് അടുത്ത വരാൻ പോകുന്നത്. അതോടൊപ്പം വേറൊരു കാര്യം പറഞ്ഞോളട്ടെ, 1919 ഗാന്ധി നടത്തുന്ന ഇപ്പം ചമ്പാരനുണ്ട്, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് ഉണ്ട്, ഖേദയുണ്ട്. ഈ 3 സമരങ്ങൾ ഒരു പർട്ടിക്കുലർ റീജിയനിൽ മാത്രം ഒതുങ്ങി നിന്നാണ്. ആദ്യമായിട്ട് ഇന്ത്യയിൽ അത്യാവശ്യം കുറച്ച് റീജിയൻസിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഗാന്ധിയുടെ ഒരു സമരമാണ് റൗലറ്റ് സത്യാഗ്രഹ. അത് വരാൻ കാരണമായിട്ടുള്ള ആക്റ്റാണ് റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. ആ റൗലറ്റ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ വളരെ പൈശാചികമായിട്ടുള്ള ഒരു കാര്യം നടന്നു. അതാണ് ജാലിയൻ വാലാബാഗ് മാസക്കർ. അത് പഠിച്ചു വയ്ക്കുക, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പറ്റി മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ ഓഗസ്റ്റ് ഡിക്ലറേഷൻ കണ്ടില്ലേ, അതിൻ്റെ ആക്ട് വരുന്നത് മൊണ്ടേഗു ചേംസ്ഫോർഡ് റീഫോം 1919 അതിനെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്നും വിളിക്കുന്നത്. രണ്ടും സെയിം തന്നെയാണ്. അടുത്തത് ഖിലാഫത്ത് ഇഷ്യൂമായിട്ട് ചേർന്നുകൊണ്ട് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാണ്. അത് ലോഞ്ച് ചെയ്യുന്ന സെഷനാണ് നാഗ്പൂർ സെഷൻ. അതുകൊണ്ട് തന്നെ നാഗ്പൂർ റെസല്യൂഷൻ എന്നൊക്കെ അതിനെ വിളിക്കും, നാഗ്പൂർ പ്രമേയം എന്ന് വിളിക്കാറുണ്ട്. 1922 ചൗരി ചൗര എന്ന് പറയുന്നത്, അതായത് ഗാന്ധി അഹിംസയുടെ ആളാണ്. അപ്പോൾ വയലന്റ് നേച്ചറിലേക്ക് ആ ഒരു സമരം പോയപ്പോൾ ഗാന്ധി ഇത് പിൻവലിക്കുകയും അതേതിലാ ബർഡോളി റെസല്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നാഗ്പൂർ റെസല്യൂഷനിൽ തുടങ്ങി ബർഡോളി റെസല്യൂഷനിൽ അവസാനിച്ച ഒരു കാര്യമാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അഥവാ നിസ്സഹരണ സമരം എന്ന് നമുക്ക് പറയാൻ പറ്റും. ബർഡോളി റെസല്യൂഷൻ, ബർഡോളി പ്രമേയം. 1922 നടന്ന അടുത്ത ഒരു കോൺഗ്രസ് സെഷനാണ് ഗയാ സെഷൻ എന്ന് പറയുന്നത്, അല്ലേ. അന്നത്തെ ഇപ്പോൾ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിൻ്റെയൊക്കെ രാഷ്ട്രീയ ഗുരുവായിട്ടുള്ള CR ദാസാണ് അതിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നത്. അതിൽ CR ദാസ് ഒരു പുതിയ
ഒരു ആശയം അവതരിപ്പിക്കുകയാണ്. നമ്മൾ പറഞ്ഞില്ലേ, എപ്പോഴും ഒരു ജനകീയമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് പെട്ടെന്ന് നിന്ന് കഴിഞ്ഞാൽ, സ്റ്റോപ്പായി കഴിഞ്ഞാൽ മറ്റ് രീതിയിൽ പ്രതികരിക്കാനുള്ള മാർഗ്ഗങ്ങൾ ആൾക്കാരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യത്തെ സ്വദേശി മൂവ്മെൻറ്റ് സമയത്ത് നമ്മൾ കണ്ടു വിപ്ലവകരമായിട്ടുള്ള ആക്ടിവിറ്റീസാണ് നടന്നത് അല്ലേ, പറഞ്ഞ റവല്യൂഷണറി ഫേസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ആൾക്കാർ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റോപ്പായപ്പോൾ 3 തരത്തിലാണ് പ്രതികരിക്കാൻ നോക്കിയത്. ഒന്ന്, കൗൺസിൽ എൻട്രി. നമുക്ക് ഇലക്ഷന് പങ്കെടുത്ത് എന്ത് ചെയ്യാം, കൗൺസിലിൽ പോയിരുന്നിട്ട് അവിടെ ഇരുന്ന് എന്ത് ചെയ്യാം, ഇവരുടെ ഉണ്ടാക്കുന്ന കരിനിയമങ്ങളെ തടയാം, ഒബ്സ്ട്രക്ഷനിസം ഫോളോ ചെയ്യാം എന്നാണ് ഒരു വിഭാഗം പറഞ്ഞത്. മറ്റൊരു വിഭാഗം അതിനെ എതിർത്തുകൊണ്ട് മറ്റൊരു വിഭാഗം പറഞ്ഞു നമുക്ക് കൺസ്ട്രക്റ്റീവ് വർക്ക്, അതായത് ഗാന്ധിയൻ മാർഗ്ഗത്തിലൂടെ നമുക്ക് മറ്റേ ഖാദിയെ പ്രൊമോഷൻ നടത്താം, ആൾക്കാർക്ക് വിദ്യാഭ്യാസം കൊടുക്കാം, അൺടച്ചബിലിറ്റി എന്ത് ചെയ്യാം, എടുത്ത് കളയാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കൺസ്ട്രക്റ്റീവ് വർക്കിൽ നമുക്ക് ഫോക്കസ് ചെയ്യാമെന്ന് മറ്റൊരു വിഭാഗം ഗാന്ധിയൻസ് എന്ത് ചെയ്തു, അവകാശപ്പെട്ടു. അടുത്തൊരു വിഭാഗമാണ് റവല്യൂഷണറി ഫേസ്. നമ്മുടെ ഫസ്റ്റ് ഫേസ് പോലെ തന്നെ സെക്കൻഡ് ഫേസ് ഓഫ് റവല്യൂഷണറീസ് നമുക്ക് കാണാൻ പറ്റും, റവല്യൂഷണറി ആക്ടിവിറ്റീസ് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് പെട്ടെന്ന് നിന്നപ്പോഴത്തേക്കും ആൾക്കാർ പല രീതിയിലാണ് മൂവ്മെൻറ്റ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. അതിലൊന്നാണ് ഗയ സെഷനിൽ അതിൽ വെച്ചിട്ട് കൗൺസിൽ എൻട്രി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രമേയം എന്ത് ചെയ്യാണ്, സി ആർ ദാസ് അവതരിപ്പിക്കുകയും അത് ദയനീയമായി പരാജയപ്പെടുകയും പുള്ളി എന്ത് ചെയ്യണം, ആ പ്രസിഡൻഷിപ്പ് രാജിവെച്ചിട്ട് പോയിട്ട് സ്വരാജ്യ പാർട്ടി തുടങ്ങുകയാണ്. സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് സ്വരാജ്യ പാർട്ടി തുടങ്ങുകയാണ്. അവർ പിന്നീട് ഇലക്ഷന് പങ്കെടുക്കുന്നുണ്ട്. 1924 വരുന്ന ഒരു കമ്മിറ്റിയാണ് മുഡിമാൻ കമ്മിറ്റി. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ച് നമ്മൾ കേട്ടു. അതിൽ വരുന്ന ഒരു കാര്യമാണ് ഡയാർക്കി അഥവാ ദ്വിഭരണം എന്ന് പറയും. ഡൈആർക്കി, ദ്വിഭരണം. അതെന്താണെന്നൊന്ന് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട, ടൈം ലൈനാണ് നമ്മൾ പറയുന്നത്. അതിനെക്കുറിച്ച് പഠിക്കാൻ വന്നിട്ടുള്ളൊരു കമ്മിറ്റിയാണ് മുഡിമാൻ കമ്മിറ്റി. അതിനുശേഷം 1925 നമ്മൾ ഭഗത് സിംഗിനെ പോലുള്ള ആ ഫേസിലുള്ള HRA, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ പോലുള്ള റവല്യൂഷണറി ഓർഗനൈസേഷൻ ഭാഗമായിട്ടുള്ള ഒരു റോബറിയാണ് കക്കോരി റോബറി. ഇപ്പോഴത്തെ കഴിഞ്ഞ LSGS എക്സാമിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. കക്കോരി റോബറി എന്ന് പറയുന്നത് 25 നടന്നതാണ്. 1926 ഭഗത് സിംഗിൻ്റെ ഓർഗനൈസേഷനായിട്ടുള്ള പഞ്ചാബ് നൗജവാൻ ഭാരത് സഭ സ്ഥാപിക്കുന്നുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. 27 അടുത്ത ഒരു വലിയ മൂവ്മെൻറ്റിനുള്ള തുടക്കമായിട്ട് ആര് വരികയാണ്, അതിനൊരു തിരികൊളുത്തുന്നതാണ് സൈമൺ കമ്മീഷൻ വരികയാണ്. അതായത് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ 10 വർഷത്തെ പ്രവർത്തനത്തെ വിലയിരുത്താനായിട്ടാണ് സൈമൺ കമ്മീഷൻ വരുന്നത്. പക്ഷേ അതൊരു വൈറ്റ് മാൻ കമ്മീഷനായിരുന്നു. ഇന്ത്യയുടെ വരുംകാല കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിക്കാൻ വരുന്ന അല്ലെങ്കിൽ അതിന് നിർദ്ദേശം നൽകാൻ വരുന്ന ഒരു കമ്മീഷനിൽ ഒറ്റ ഇന്ത്യക്കാർ പോലും ഇല്ലായിരുന്നു എന്നുള്ള ഒരു വലിയ വിരോധാഭാസം നമുക്കവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ഇന്ത്യക്കാർ ഒന്നടങ്കം എന്താണ് ഈ സൈമൺ കമ്മീഷനെ എതിർക്കുകയാണ്, ആ സൈമൺ കമ്മീഷനെ ബോയ്ക്കോട്ട് ചെയ്യുകയാണ്. അങ്ങനെ സൈമൺ ഗോ ബാക്ക് എന്ന് പറയുന്ന ആ ഒരു സ്ലോഗണൊക്കെ ഇന്ത്യയിൽ മൊത്തത്തിൽ എന്താണ് പരക്കാൻ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്യണം, ആ സമയത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ടുള്ള ലോർഡ് ബിർക്കൻ ഹെഡ് നമ്മളെ കളിയാക്കി, നമ്മളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് ഈ അജിറ്റേഷൻ നടത്താനുള്ള സ്വന്തമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടോ നിങ്ങൾക്കെന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ അങ്ങനെ ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ എന്നാൽ നമുക്കും പറ്റുമെന്ന് വിചാരിച്ചിട്ട് മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയാണ്. അതാണ് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. ഓക്കെ, മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. നമ്മുടെ വരും കാല കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്രെയിംവർക്ക് എന്തായിരിക്കണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യാണ്. അതാണ് നെഹ്റു കമ്മിറ്റി. അത് അവർ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടാണ് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. അപ്പോൾ എന്ത് ചെയ്യണം, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ പറയുകയാണ്, ഓക്കെ നിങ്ങൾ ആ പറയുന്ന ആ നെഹ്റു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്രെയിംവർക്കിനുള്ളിൽ മുസ്ലിംസിന് കുറച്ച് ആവശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് പ്രപ്പോസലുകൾ മുന്നോട്ടേക്ക് വയ്ക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് പറയാം, അതാണ് ഡൽഹി പ്രപ്പോസൽ. ഡൽഹി പ്രപ്പോസൽ. ഓക്കെ, ഡൽഹി പ്രപ്പോസൽ എന്ന് വെച്ചാൽ അതാണ്. ഇനി അതിന് ശേഷം വന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്, നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട, മിസ് ഔട്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു സെഷൻ 1929 ലാഹോർ സെഷൻ. അതിനകത്താണ് നമ്മൾ പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന ഒരു ഐഡിയ, അതായത് നമുക്ക് വേണ്ടത് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ആണ്. മറ്റേത് ഇപ്പോൾ ഡൊമീനിയൻ സ്റ്റാറ്റസ്, അതായത് പുത്രികാ പദവി എന്ന് വെച്ചാൽ എന്താ, ബ്രിട്ടൻ്റെ അതോറിറ്റി അംഗീകരിച്ചുകൊണ്ട് അതിൻ്റെ കീഴിൽ നമ്മളെ ഭരിക്കുന്ന ഇന്ത്യക്കാർ തന്നെ ആയിരിക്കും, അതിൻ്റെ കീഴിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്വയം ഭരണം നടത്തുക എന്നുള്ളതാണ് ഡൊമീനിയൻ സ്റ്റാറ്റസ്. പക്ഷേ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഇന്ത്യയുടെ അവസ്ഥ സോവറിൻ അല്ലേ, നമ്മുടെ കാര്യങ്ങളിൽ തീരുമാനം എടുക്കാനായിട്ട് നമ്മൾക്ക് മറ്റൊരു രാജ്യത്തിൻ്റെയും അനുവാദം ആവശ്യമില്ല, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് പ്രിയാമ്പിൾ ആമുഖത്തിൽ എന്താ പറയുന്നത്, നമ്മളുടെ ഒരു സോവറിൻ നേഷൻ ആണ് എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ പൂർണ്ണ സ്വരാജാണ് നമുക്ക് വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ വെച്ചിട്ടാണ് ജനുവരി 26, 1930 എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് നമ്മൾ അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ്, സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത്, നമ്മൾ തീരുമാനം എടുക്കുന്നത് 1929 ലാഹോർ സെഷനാണ്. അപ്പോൾ ലാഹോറിനെ കുറിച്ച് ഈ 3 പോയിന്റുകൾ നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ അങ്ങനെ 1930 ദണ്ഡി മാർച്ചോട് കൂടി എന്ത് ചെയ്യാണ്, ഈ പറയുന്ന സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയാണ്.
അതിനുശേഷം അവിടെ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുന്നുണ്ട്. എന്തിനാണ് വട്ടമേശ സമ്മേളനം നടക്കുന്നത്? ആദ്യമായിട്ട് ബ്രിട്ടൻ ഇന്ത്യക്കാരെ ഒരു മേശയ്ക്ക് ചുറ്റും വിളിച്ചിരുത്തി നമ്മളൊരു ഈക്വൽ ബേസിസിൽ ട്രീറ്റ് ചെയ്യണം അല്ലേ. നമ്മളെ വിളിച്ചിരുത്തിയിട്ട് എങ്ങനെയാണ് ആ പറഞ്ഞ സൈമൺ കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. എന്താണ് ഭാവി ഇന്ത്യക്ക് വേണ്ടത് എന്നുള്ള ചർച്ചകൾ നടത്തുകയാണ്. പക്ഷേ അതിനകത്ത് കോൺഗ്രസിൻ്റെ സപ്പോർട്ടില്ലായിരുന്നു. കാര്യം നമ്മൾ സൈമൺ ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ബോയ്ക്കൗട്ട് ചെയ്തു അല്ലേ. അതിനുശേഷം അപ്പോൾ ബ്രിട്ടൻ ഒരു കാര്യം മനസ്സിലായി, കോൺഗ്രസിൻ്റെ സപ്പോർട്ടില്ലാതെ നടക്കുന്ന റൗണ്ട് ടേബിൾ കോൺഫറൻസിന് പ്രത്യേകിച്ച് സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. അങ്ങനെ ഗാന്ധിയും ഇർവിനുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ്. അതാണ് ഗാന്ധി ഇർവിൻ പാക്റ്റ്. അതിൻ്റെ ഭാഗമായിട്ട് ഗാന്ധി എന്ത് ചെയ്യാണ്? ഗാന്ധി കോൺഗ്രസിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കണം. അപ്പോൾ കോൺഗ്രസ് പങ്കെടുത്തിട്ടുള്ള ഒരേ ഒരു വട്ടമേശ സമ്മേളനം, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സപ്പോർട്ടോടുകൂടി നടന്നിട്ടുള്ള ഒരേ ഒരു വട്ടമേശ സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം എന്ന് മനസ്സിലാക്കുക. അടുത്ത 31 നടന്നിട്ടുള്ള അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് കറാച്ചി സെഷൻ. പട്ടേൽ പ്രസിഡൻ്റായിട്ടുള്ള, സർദാർ വല്ലഭായ് പട്ടേൽ പ്രസിഡൻ്റായിട്ടുള്ള കറാച്ചി സെഷൻ. അതിനകത്താണ് ഫണ്ടമെൻ്റൽ റൈറ്റും അതുപോലെ തന്നെ നാഷണൽ എക്കണോമിക് പോളിസി എന്ന് പറയുന്ന 2 കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അതും കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇതേ വർഷം തന്നെയാണ് ഭഗത് സിംഗ് സുഖദേവ് രാജ്ഗുരുവിനെ തൂക്കിക്കൊന്നത്. അതുകൊണ്ടാണ് ഈ കറാച്ചി സെഷനിലേക്ക് ഗാന്ധി പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ പഞ്ചാബ് നവജവാൻ ഭാരത് സഭയുടെ പ്രവർത്തകർ എന്ത് ചെയ്യാണ്? ഭഗത് സിംഗിനെ ഒന്ന് രക്ഷിക്കാനുള്ള ഒരു പ്രവർത്തനങ്ങൾ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് ആരോപിച്ചുകൊണ്ട് ഗാന്ധിക്ക് നേരെ കരിങ്കൊടി വീശിയത്. ഓക്കെ, അപ്പോൾ ആ സംഭവമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. ഇനി 1932 വന്നിട്ടുള്ളൊരു കാര്യമാണ് അന്നത്തെ റാംസെ മക്ഡൊണാൾഡിൻ്റെ കമ്മ്യൂണൽ അവാർഡ്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന് പറഞ്ഞിട്ട് മുസ്ലിംസിന് കൊടുത്തു, മോർലി മിൻറ്റോ റീഫോമിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഈ പറയുന്ന ഹിന്ദുക്കളുടെ ദളിതിനെയും അങ്ങനെ ഒരു സെപ്പറേറ്റ് കമ്മ്യൂണിറ്റി ആയിട്ട് കണക്കാക്കാനും അവർക്ക് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് കൊടുക്കാനുമായിട്ടുള്ള തീരുമാനമാണ് കമ്മ്യൂണൽ അവാർഡിൽ വന്നത്. പക്ഷേ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഇത് ഹിന്ദുക്കളെ വെട്ടിമുറിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഗാന്ധി ഇതിനെ എതിർത്തിട്ടുണ്ടായിരുന്നു. ഗാന്ധി പോയിട്ട് എരവാഡ ജയിലിൽ, പൂനെയിലെ എരവാഡ ജയിലിൽ പോയിട്ട് സത്യാഗ്രഹം കിടക്കണം. അങ്ങനെ പിന്നീട് അംബേദ്കർ ചെന്നിട്ട് ഗാന്ധിയുമായിട്ടൊരു കോംപ്രമൈസ് ഉണ്ടാക്കിയിട്ട് പൂന പാക്റ്റ് സൈൻ ചെയ്യാണ്. ഈ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് വേണ്ട, പകരം ജോയിൻറ്റ് ഇലക്ട്രേറ്റ് മതി എന്ന് പറഞ്ഞിട്ട് പൂന പാക്റ്റ് സൈൻ ചെയ്യണം. അപ്പോൾ അതാണ് 32 നടന്നിട്ടുള്ള കാര്യങ്ങൾ. അടുത്ത 33 എടുക്കുകയാണെങ്കിൽ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ് എന്ത് ചെയ്യണം? വിഡ്രോ ചെയ്യണം. ഗാന്ധി എപ്പോഴും അങ്ങനെയാണല്ലേ, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് തുടങ്ങി ചൗരി ചൗര കാരണം 22 വിഡ്രോ ചെയ്തു. അതുപോലെ തന്നെ സിവിൽ ഡിസോബീഡിയൻസിന് വലിയൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അത് വലിയൊരു നല്ല രീതിയിലല്ല പോകുന്നത് മനസ്സിലാക്കിയപ്പോൾ അതെന്ത് ചെയ്യണം? 34 അത് വിഡ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. 35 അടുത്ത ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വരെയാണ്. അപ്പോൾ 1909 നമ്മളൊരു ആക്ട് പഠിച്ചു, 19 മൊണ്ടേഗു ചെംസ്ഫോർഡ് പഠിച്ചു. അടുത്ത ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടാണ് 1935 വരുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അടുത്ത 37 കോൺഗ്രസ് അഗെയിൻ ഇലക്ഷന് പങ്കെടുക്കുകയും അവർ മിനിസ്ട്രീസ് ഫോം ചെയ്യുകയാണ്. പക്ഷേ 39 ആയപ്പോൾ അടുത്ത വലിയൊരു ഇവൻ്റ് ഉണ്ടാവുകയാണ്. അതാണ് രണ്ടാം ലോക മഹായുദ്ധം അല്ലേ. രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായപ്പോഴത്തേക്കും ബ്രിട്ടൻ എന്ത് ചെയ്യണം? നമ്മുടെ സമ്മതമില്ലാതെ തന്നെ നമ്മൾ ആ പറഞ്ഞ വാറിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ബ്രിട്ടൻ എന്ത് ചെയ്യുക? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ബ്രിട്ടൻ്റെ ഈ പറയുന്ന ആ ഒരു സപ്പോർട്ട് കൊടുക്കാമെന്നുള്ള തീരുമാനമൊന്നും നമ്മൾ എടുക്കുന്നില്ല. ബ്രിട്ടൻ്റെ ആ ഒരു സപ്പോർട്ട് കൊടുക്കുന്നതിൽ നമ്മൾ പിന്തിരിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ പറയുന്ന ഒബ്ജക്റ്റീവ്സ് അംഗീകരിച്ചാൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള ഒരു രീതിയിലേക്ക് മാറി. കാരണം ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഇന്ത്യയുടെ സപ്പോർട്ടില്ലാതെ ഒരു ലോക മഹായുദ്ധം ജയിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല. കാര്യം ബ്രിട്ടൻ്റെ ആർമിയുടെ വലിയൊരു ശതമാനം ഇന്ത്യൻ സോൾജേഴ്സാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ഓഫറുകൾ തന്നുകൊണ്ടിരിക്കും. നമ്മളെ സോപ്പിട്ട് നമ്മളെ കൂടെ നിർത്താനായിട്ടുള്ള പല ശ്രമങ്ങൾ ബ്രിട്ടൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യണം? ഈ പറയുന്ന ബ്രിട്ടൻ വഴിക്ക് വരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മിനിസ്ട്രീസൊക്കെ റിസൈൻ ചെയ്തിട്ട് ആക്റ്റീവായിട്ട് ഈ പറഞ്ഞ ആ ഒരു പ്രൊട്ടസ്റ്റിൽ ഏർപ്പെടുകയാണ്. ആ സമയത്ത് അങ്ങനെ ഈ പറഞ്ഞ കോൺഗ്രസ് മിനിസ്ട്രീസ് റിസൈൻ ചെയ്തു പോയതിനെ ദ ഡേ ഓഫ് ഡെലിവറൻസ് എന്നാണ് ആര് പറഞ്ഞത്? മുസ്ലിം ലീഗ് പറഞ്ഞത്. കാര്യം മുസ്ലിം ലീഗിന് അത് ഇഷ്ടമുള്ളൊരു കാര്യമാണ് അല്ലേ. കോൺഗ്രസ് മിനിസ്ട്രീസ് റിസൈൻ ചെയ്തു പോയതിനെ ഡേ ഓഫ് ഡെലിവറൻസ് എന്നാണ് മുസ്ലിം ലീഗ് അതുപോലെ തന്നെ ജിന്നയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത 1940 എന്ത് ചെയ്യാണ്? ഈ പറഞ്ഞ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഐഡിയയുമായിട്ട് മുസ്ലിം ലീഗ് ശക്തമായിട്ട് മുന്നോട്ടേക്ക് പോവാണ്. ഇനി പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു കാര്യം കിട്ടാതെ നമ്മൾ എന്ത് ചെയ്യില്ല, പിന്തിരിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ പാകിസ്ഥാൻ റെസൊല്യൂഷൻ 1940 മുന്നോട്ടേക്ക് വയ്ക്കുകയാണ്. അപ്പോൾ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു ഐഡിയ വളർന്നു വരുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ 2 നേഷൻ തരുന്നത് എങ്ങനെയാണ് അത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രീതിയിലേക്കൊക്കെ എത്തുന്നത്, ഡിമാൻഡിലേക്കൊക്കെ എത്തുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. അവിടെ വെച്ച് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഇനി ഓഫറുകളുടെ പെരുമഴയാണ് അല്ലേ. ബിഗ് ബില്യൺ ഡേ തുടങ്ങിയിരിക്കുകയാണ്. ഫസ്റ്റ് നമ്മുടെ മുന്നിലേക്ക് വെക്കുകയാണ് ഓഗസ്റ്റ് ഓഫർ. നിങ്ങൾക്ക് ഡൊമിനിയൻ സ്റ്റാറ്റസ് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഓഗസ്റ്റ് ഓഫർ വയ്ക്കുകയാണ്. പക്ഷേ പൂർണ്ണ സ്വരാജ് ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് 1929 ലാഹോർ സെഷനിൽ നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ നമ്മളിത് അക്സെപ്റ്റ് ചെയ്യോ? ഇല്ല. അങ്ങനെ ഓഗസ്റ്റ് ഓഫർ നമ്മൾ തള്ളിക്കളഞ്ഞു. ഓക്കെ, അങ്ങനെ ഓഗസ്റ്റ് ഓഫർ തള്ളിക്കളഞ്ഞിട്ട് ബ്രിട്ടനെ ഒന്നുകൂടെ വരുതിക്ക് വരുത്താനായിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ സത്യാഗ്രഹാസ് തുടങ്ങുകയാണ്. അതായത് ഡൽഹി ചലോ മൂവ്മെൻ്റ് ഒക്കെ ഇവിടെയാണ് വരുന്നത്. ഡൽഹി ചലോ മൂവ്മെൻറ്റ്. ഓക്കെ, അടുത്തത്
ഒന്നാമത്തെ ഓഫർ ഫെയിലറായി. ബ്രിട്ടൻ വെറുതെ ഇരിക്കില്ല, വീണ്ടും ഓഫേഴ്സ് തന്നുകൊണ്ടിരിക്കും. അങ്ങനെ ക്രിപ്സ് മിഷൻ 1942 ക്രിപ്സ് മിഷൻ മുന്നോട്ടേക്ക് വരികയാണ്. അതും എന്ത് ചെയ്യാണ്, ഡൊമിനിയൻ സ്റ്റാറ്റ്സ് തന്നെ തരാമെന്ന് പറയുകയാണ്. പൂർണ്ണ സ്വരാജ് അല്ല. അങ്ങനെ നമ്മൾ അതും എന്ത് ചെയ്തു, റിജക്റ്റ് ചെയ്തു. അങ്ങനെ ഇതും റിജക്റ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്താ ദേഷ്യമായി. അവന്മാരെന്ത് ചെയ്യണം, ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോർമൽ വഴി കൂടെ പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കില്ല. അങ്ങനെ കുറച്ചൊന്നും മാറ്റി പിടിച്ചുകൊണ്ട് നമ്മൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്യണം 1942. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ലീഡേഴ്സ് ഉണ്ടായിരുന്നു. സിവിൽ ഡിസൊബീഡിയൻസ് കഴിഞ്ഞാൽ ലീഡേഴ്സ് മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്യുന്നതിന് 2 ദിവസം മുമ്പ് എന്ത് ചെയ്യണം, ഈ ലീഡേഴ്സിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഒരു അനോണിമസ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ലീഡേഴ്സ് ഇല്ലാതെ ഒരവസ്ഥ വരുമ്പോൾ ഈ മൂവ്മെൻറ്റ് കെട്ടടങ്ങുമെന്ന് ബ്രിട്ടൻ വിചാരിച്ചു. പക്ഷേ പുതിയ കുറേ ലീഡേഴ്സ് ആ സമയത്ത് ഉയർന്നു വരികയാണ്. അരുണ ആസഫ് അലി, സുജേത കൃപലാനി, ഉഷ മേത്ത പോലുള്ള അങ്ങനെ കുറേ ലീഡേഴ്സ് വന്നിട്ട് ആ മൂവ്മെൻറ്റിനെ ഏറ്റെടുത്തുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ആ സമയത്ത് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ ആർമി, സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ ആർമിയും ശക്തമായിട്ട് ആ മൂവ്മെൻറ്റ് നയിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്താണ് 1944. അപ്പോൾ ഈ മൂവ്മെൻറ്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ 44 ആയപ്പോൾ അത് പതുക്കെ കെട്ടടങ്ങും. ഇനി നിലനിൽക്കുന്ന പ്രശ്നം, അപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് വഴി ബ്രിട്ടൻ ഒരു കാര്യം മനസ്സിലായി. ഇനിയും ഇന്ത്യ എന്ന് പറയുന്ന ഇത്രയും ജനസംഖ്യയുള്ള വലിയൊരു രാജ്യത്തെ പിടിച്ചു നിർത്തുന്ന അത്ര എളുപ്പമല്ല. കാര്യം ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൽ ജനങ്ങളെല്ലാം തന്നെ ബ്രിട്ടനെതിരെ ശക്തമായിട്ട് ആഞ്ഞടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി സ്വാതന്ത്ര്യം കൊടുക്കുക എന്നൊരു വഴി മാത്രമേ അവിടെ മുന്നിലുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗും അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തമ്മിൽ ഒരു ധാരണയായിട്ടില്ല, അല്ലേ? അവയെ തമ്മിൽ ഇപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആർക്ക് അധികാരം കൈമാറിയിട്ട് പോകും, അതാണല്ലോ അടുത്തൊരു പ്രശ്നം. അതിനെ പരിഹരിക്കാനായിട്ട് ഒരുപാട് മിഷൻസ് ഇന്ത്യയിൽ വരികയാണ്. അതിലൊന്നാണ് രാജഗോപാലാചാര്യയുടെ നേതൃത്വത്തിലുണ്ടായിട്ടുള്ള രാജഗോപാലാചാരി ഫോർമുല. പക്ഷേ അത് ഫെയിലിയറായി പോകുന്നുണ്ട്. പിന്നെ ദേശായി ലിയാഖത്ത് എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്, അതും ഫെയിലിയറായി പോകുന്നുണ്ട്. അതുപോലെ തന്നെ വേവൽ, അന്നത്തെ വൈസ്രോയ് ആയിട്ടുള്ള ലോർഡ് വേവൽ എന്ത് ചെയ്യണം, ഒരു ശ്രമം നടത്തുന്നുണ്ട്, അതും അട്ടർ ഫ്ലോപ്പ് ആവുന്നുണ്ട്. ഇങ്ങനെ കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും തമ്മിൽ ഒരു കോംപ്രമൈസിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ അട്ടർ ഫ്ലോപ്പ് ആവുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് INA ട്രയൽ നടക്കുന്നത്. INA ട്രയൽ എന്ന് വെച്ചാൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഇന്ത്യൻ നാഷണൽ ആർമിയിലെ സോൾജേഴ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ആൾക്കാരെ ബ്രിട്ടൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ പരസ്യ വിചാരണ ചെയ്തുകൊണ്ട് ഇന്ത്യക്കാർക്ക് ഒരു താക്കീത് കൊടുക്കാനായിട്ടായിരുന്നു അവർ ചെയ്തത്. അപ്പോൾ ചെങ്കോട്ടയിൽ വെച്ചിട്ട് പരസ്യ വിചാരണയൊക്കെ നടത്തുകയാണ്. പക്ഷേ ബ്രിട്ടൻ വിചാരിച്ചതിന് അപ്പുറത്തേക്ക് ആ ഒരു സംഭവം വളർന്നു. അതെന്താണ്, ഇന്ത്യൻ ജനത ഒന്നടങ്കം ഈ സൈനികർക്ക് സപ്പോർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് തെരുവിലിറങ്ങുന്ന ഒരു കാഴ്ച കാണാൻ പറ്റും. അവരെ രക്ഷിക്കാനായിട്ട് കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കന്മാർ, അഭിഭാഷകരായിട്ടുള്ള വ്യക്തികളൊക്കെ തന്നെ കോട്ടണിയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ INA ട്രയൽസ് ഇന്ത്യ മൊത്തം പടർന്നു പിടിക്കുന്ന ഒരു രീതിയിലേക്ക് വളരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ട് തന്നെ ആർമിയിൽ മാത്രമല്ല, നേവി, റോയൽ ഇന്ത്യൻ നേവി മ്യൂട്ടണി, എയർഫോഴ്സിൽ, ഇങ്ങനെ ബ്രിട്ടൻ്റെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ആ മിലിറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ബ്രിട്ടനെതിരായിട്ട് ആഞ്ഞടിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ റോയൽ ഇന്ത്യൻ നേവി മ്യൂട്ടണിയെ ബ്രിട്ടൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതിൻ്റെ റീസൺ ഇതാ. കാരണം ഇത്രയും വലിയൊരു രാജ്യത്തെ അവർ പിടിച്ചു നിർത്തി എങ്ങനെയാണ്, ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ആർമി ഉണ്ട്, അല്ലേ? ആ ആർമി തന്നെ ബ്രിട്ടനെതിരായിട്ട് തിരിയുന്ന ഒരു കാഴ്ച വന്നു കഴിഞ്ഞാൽ ഇനിയും ഇന്ത്യയെ പിടിച്ചു നിർത്തുന്നത് പോസിബിൾ അല്ല എന്നൊരു തിരിച്ചറിവ് ബ്രിട്ടന് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അടുത്ത വരുന്ന ഒരു കാര്യമാണ് ക്യാബിനറ്റ് മിഷൻ. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ ഒരു ഫോർമുല മുന്നോട്ടേക്ക് വയ്ക്കുന്നു. അത് മുസ്ലിം ലീഗിനും INCക്കും ഒരു പരിധി വരെ അക്സെപ്റ്റബിൾ ആയിരുന്നു. പക്ഷേ എന്ത് ചെയ്യണം, അതും പിന്നീട് ഒരു അവതാളത്തിലാവുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ക്യാബിനറ്റ് മിഷൻ പറയുന്നതാണ് താൽക്കാലിക ഗവൺമെൻറ്റും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയും മുന്നോട്ടേക്ക് വെക്കണം, അല്ലെങ്കിൽ അത് ഫോം ചെയ്യണം എന്നൊരാശയം കൂടി ക്യാബിനറ്റ് മിഷൻ മുന്നോട്ടേക്ക് വെക്കുകയാണ്. പക്ഷേ കാര്യങ്ങൾ പ്രശ്നമാവുന്നുണ്ട്. നെഹ്റുവിൻ്റെ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടൊരു സ്പീച്ചിൻ്റെ ഭാഗമായിട്ട് ജിന്ന എന്ത് ചെയ്യാണ്, ഇനി ഇങ്ങനെ സമാധാനപരമായിട്ട് നിന്ന് കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ആശയം നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല എന്ന് ജിന്നയ്ക്ക് മനസ്സിലാവുകയും ജിന്ന എന്ത് ചെയ്യണം, ഡയറക്റ്റ് ആക്ഷൻ ഡേ, ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് വലിയൊരു കമ്മ്യൂണൽ വയലൻസിന് ആഹ്വാനം നൽകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പതുക്കെ കോൺഗ്രസ് എന്ത് വിചാരിച്ചു, നമുക്ക് ഇന്ത്യയെ നശിക്കുന്നതിലും ഭേദം ഇന്ത്യയെ ഡിവൈഡ് ചെയ്യുന്നതാണ്, അല്ലേ? ഇന്ത്യ നശിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും താഴെ തന്നെയാണ് ഇന്ത്യയെ വെട്ടിമുറിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, കോൺഗ്രസും പതുക്കെ പാർട്ടീഷനെ അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ,
പാർഷ്യൻ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് മൗണ്ട് ബാറ്റൻ ഇന്ത്യയിലേക്ക് വരികയും അടുത്ത വൈസ്രോയി ആയിട്ട് മൗണ്ട് ബാറ്റൻ വരികയും മൗണ്ട് ബാറ്റൻ പാർട്ടീഷൻ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് അതിനെ ജൂൺ 3 പ്ലാൻ അല്ലെങ്കിൽ ഡിക്കി ബേർഡ് പ്ലാൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇങ്ങനെ മൗണ്ട് ബാറ്റൻ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിനായിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ആക്റ്റാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് ഡൊമീനിയനായിട്ട് മാറുകയും അവരെന്ത് ചെയ്യുകയാണ്, സെപ്പറേറ്റ് ആയിട്ട് ഇരുന്നുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്യുകയും ചെയ്യുകയാണ്. അങ്ങനെ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രയാവുകയാണ്. ഇത്രയുമാണ് നമ്മുടെ മോഡേൺ ഇന്ത്യ ഹിസ്റ്ററിയുടെ ടൈം ലൈൻ. അപ്പോൾ ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക, വീഡിയോ വീണ്ടും റിവൈസ് ചെയ്ത് നിങ്ങൾ ആ ടൈം ലൈൻ മനസ്സിൽ ഉറപ്പിച്ച് പഠിച്ചു വയ്ക്കുക. ഈ ഒരു കഥ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹിസ്റ്ററി പഠിക്കുന്നത് വളരെ എളുപ്പമാണ്. ഇനി ഇതിനകത്ത് നമുക്ക് ചെയ്യേണ്ട ജോലി എന്താ, ഓരോ ഏരിയ എടുക്കുക. ഇപ്പോൾ സി രാജഗോപാലാചാരി ഫോർമുല അതെടുക്കുക, അതിനകത്ത് നമ്മൾ എന്താ എൻട്രി ചെയ്യുക, നമുക്കറിയാവുന്ന കണ്ടന്റുകൾ ഫിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഫ്രെയിം വർക്ക് നമ്മുടെ തലയിലുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതിനകത്ത് കണ്ടന്റുകൾ ആഡ് ചെയ്ത് കൊടുക്കുക എന്നൊരു ജോലി മാത്രമേ ഉള്ളൂ. പിന്നെ അതിനകത്ത് കണക്ഷൻ കിട്ടുന്നില്ല, ലിങ്ക് കിട്ടുന്നില്ല എന്നൊരു പ്രശ്നമേ ഉദിക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാവരും റിവൈസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ KS മെൻറ്ററിൽ ഇപ്പോൾ കോമൺ ഡിഗ്രി പ്രിലിംസിൻ്റെ ബാച്ച് നടക്കുന്നുണ്ട്, അതുപോലെ സെക്രട്ടറി ടെസ്റ്റിൻ്റെ SIയുടെ ബാച്ച് നടക്കുന്നുണ്ട്, മെയിൻസിൻ്റെ ബാച്ച് നടക്കുന്നുണ്ട്, PCM ബാച്ചസ് നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ബാച്ചസ് റണ്ണിങ് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവരും സമയം ഒട്ടും കളയാതെ തന്നെ നന്നായിട്ട് പഠിച്ചു പോവുക. സമയം ഒട്ടും തന്നെ ഇല്ല, നന്നായിട്ട് പഠിക്കുക, റിവിഷൻ നടത്തുക, ടെസ്റ്റുകൾ എടുക്കുക, കൃത്യമായിട്ട് പഠിച്ചു പോവുക. താങ്ക് യു.